കൊച്ചിയുടെ ഹൃദയഭാഗത്ത് 50 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂം ഫ്ലാറ്റ്. കാശുള്ളോ മേടിക്കും. മന്ത്രി മന്ദിരങ്ങൾക്ക് അറ്റകുറ്റപ്പണിക്ക് 3.95 കോടി രൂപ അനുവദിച്ചു. അപ്പൊ പണി തുടങ്ങിയല്ലേ? മൻമോഹൻ ബംഗ്ലാവിന് 81.06 ലക്ഷം രൂപ. ദൈവമേ, ഇലനക്കിപ്പട്ടികളുടെ കിളിനക്കിപ്പട്ടികളായവരോട് കരുണ തോന്നിയിടുന്നത്. അപ്പൊ കരാറ് ഊരാരുങ്ങൾ തന്നെ ആയിരിക്കും. ആരാണെങ്കിൽ എന്താ, കമ്മീഷൻ കിട്ടിയാ പോരെ. കാത്തു സൂക്ഷിച്ച കസ്തൂരി മമ്പഴം കാക്ക കൊത്തി പോയി, കാക്കച്ചി കൊത്തി പോയി. അധികം കളിയാക്കിയൊന്നും വേണ്ട. ഞങ്ങളാ കസേരപ്പുറത്ത് 5-10 വർഷം ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അധികം കളിയാക്കിയൊന്നും. അധികാരത്തിലേറാനേ വാഗ്ദാനങ്ങൾ പെരുമഴ പോലല്ലേ നൽകിയത്. അതൊക്കെ നടപ്പാക്കുന്നൊന്ന് കാണണമല്ലോ. നിങ്ങളുടെ നേതാവേ ഖജനാവിൽ പൂച്ച വിട്ടുകിടക്കാന്നാ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതെ ആ അധികാരക്കസെ സ്വസ്ഥമായിട്ടിരുന്ന് ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. മുട്ട കടിക്കുന്നവരെ കടിക്കും ഞങ്ങള്. എന്തൊക്കെയായിരുന്നു. ഞങ്ങളില്ലാതെ 3-ാം ടേണ്, ഞങ്ങളില്ലാതെ വേറെ ആരും ഇല്ല. കപ്പിത്താൻ. ഇപ്പൊ കപ്പലും മുങ്ങി കസേരയില്ല ഒരവസ്ഥയായല്ല. കപ്പലിനെ തിന്നോണ്ട് വീട്ടിലിരിക്കാം. പണ്ട് ഞങ്ങളുടെ മുഖ്യൻ മരുമകനെ മന്ത്രിയാക്കിയപ്പോൾ എന്തായിരുന്നു പോകല്. ഇപ്പോൾ നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാലോ. അപ്പം പണ്ട് ആനപ്പുറത്തിരുന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ ചന്തയിലുമുണ്ട് തടമ്പ് എന്ന് പറയണ പോലെ അല്ലേ? അല്ലേ? ശരിയല്ലേ? ആരാണ് മോശം? എല്ലാവരുടെയും മക്കളും ചെറുമക്കളും ഭാര്യമാരും ഒക്കെ ഇപ്പൊ ലിസ്റ്റിലില്ലേ? ഇല്ലേ? ഉണ്ട്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ലിസ്റ്റ് കാണിച്ചു തരാമല്ലോ. ഇപ്പൊ ഒരു മിനിറ്റ്. ഇതേ മാത്രമല്ല ലിസ്റ്റ് നോക്കുമ്പോൾ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ മന്ത്രിയല്ലേ. സീതി ഹാജിയുടെ മകൻ OK ബഷീർ, TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്, ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ, VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ VE അബ്ദുൽ ഗഫൂർ. തീർന്നില്ല, മന്ത്രിമാരുടെ ലിസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. VK ശ്രീകണ്ഠന്റെ ഭാര്യ തുളസി, അതേപോലെ തന്നെ PJ ജോസഫിന്റെ മകൻ അനൂപ് ജോൺ. സമ്മതിച്ച ഇവിടെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാല് ഒരു കുടുംബ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. സോണിയ, പ്രിയങ്ക, രാഹുൽ, ഇതല്ലേ നിങ്ങളെ കഴിക്കാൻ വേണ്ടി അല്ലേ? അത് ശരിയാ. ഈ കുടുംബത്തിലൊരാളുടെ MP സ്ഥാനം ഭാവിയിൽ തെറിപ്പിക്കുന്ന മുസ്ലിം ലീഗ് പറഞ്ഞപ്പോഴല്ലേ VD സതീശൻ മുഖ്യമന്ത്രിയായത്. ആര് വളർന്നാലും ആര് തകർന്നാലും ഞാനും എൻ്റെ കുടുംബവും, അതല്ല ഈ കോൺഗ്രസ് പാർട്ടി നടക്കുന്നത്. പിന്നെ എങ്ങനെ പച്ച പിടിക്കുക? ഇവിടെ നിങ്ങളുടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ആ 3 പേരല്ലേ. ഇനി VD സതീശന്റെ കാര്യത്തിൽ പ്രിയങ്കയാണെന്ന് മാത്രം, അല്ലാതെ എന്തെങ്കിലും വ്യത്യാസമാണ്? ഓ, ഇയാക്കടെ വർത്താനം കേട്ടതൊന്നും കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ച് തേനും പാലൊഴിക്കുന്നതാണല്ലോ. ഒരു കൊറോണയും ഒരു വെള്ളപ്പൊക്കവും വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. അടിവേരടക്കം സുനാമി വലിച്ചോണ്ട് പോയ പോലെ അറബിക്കടലിൽ എറിഞ്ഞേനെ. അത് കറക്റ്റ്. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നേ. ഇവരുടെ കഴിവുകേറ് മറിച്ച് വെക്കാനായിട്ട് ഇവര് കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞ് നടക്കും. കേന്ദ്രത്തിന്റെ പദ്ധതികളാണെന്ന് നടപ്പാക്കത്തുമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവിടുന്ന് കാശ് കിട്ടുന്നു പറയും. അങ്ങനെ മുക്കിയും മുരണ്ടും 5 വർഷം അങ്ങ് കഴിയും. അപ്പോഴത്തേക്ക് നമ്മുടെ ജനങ്ങൾ ഇതെല്ലാം മറക്കും. അവർ വലത്തുനിന്ന് മാറി ഇടത്തോട്ട് തന്നെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട്
ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും ജനിച്ചും ഇങ്ങനെ കുറെ പേര് കുറെ പണം ചെലവാക്കി തീർക്കും. അതല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ മുഖ്യ സതീശൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു സമുദായ നേതാവിന്റെയും തിണ്ണഞ്ഞിറങ്ങാൻ പോകലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴാ സഭാ മേലധ്യക്ഷന്മാരുടെ തിണ്ണഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ഇതിന് അപാരം തൊലിക്കെട്ട് വേണം കേട്ടാ, എന്റെ പൊന്നോ. അത് ശരിയാ, അത് കറക്റ്റ് കേട്ടോ. കുണ്ടിൽ നിന്നെടുത്ത് കുളത്തിലേക്ക് ഇട്ട പോലായി. പഴയ വീഞ്ഞ് പുതിയ കുപ്പി അനുഭവിക്കുക അല്ലാതെ എന്ത് ചെയ്യാനാ.